കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഓസ്മോട്ടിക് പ്രഷറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്താണ്, ഓസ്മോസിസ്, ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്. പേരിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. എന്താണ് ഓസ്മോസിസിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സ്. എന്താണ് ഓസ്മോസിസിൻ്റെ റിവേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. ഒരു സിസ്റ്റത്തിൽ ഓസ്മോസിസ് നടക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് സൊല്യൂഷനും സോൾവെൻറ്റും തമ്മിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി ഓസ്മോസിസ് നടക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണക്കിലെടുക്കുക. ഈ ഒരു സാഹചര്യത്തിൽ സൊല്യൂഷൻ്റെ സൈഡിൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടിയ പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? സൊല്യൂഷനിൽ നിന്നും സോൾവെൻറ്റ് മോളിക്യൂൾസ് പ്യുവർ സോൾവെൻറ്റിലേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി മൂവ് ചെയ്യും. എന്താണ്? സൊല്യൂഷൻ്റെ സൈഡിൽ നിന്നും സോൾവെൻറ്റ് മോളിക്യൂൾസ് പ്യുവർ സോൾവെൻറ്റിലേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി മൂവ് ചെയ്യുന്നു. അതായത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ റിവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പം എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? The direction of osmosis can be reversed if a pressure larger than osmotic pressure is applied to the solution side. സാധാരണയായി നടക്കുന്ന ഓസ്മോസിസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ പ്രഷർ സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്താൽ. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? ദ പ്യുവർ സോൾവെൻറ്റ് മൂവ്സ് ഔട്ട് ഫ്രം ദ സൊല്യൂഷൻ ടു ദ സോൾവെൻറ്റ് സൈഡ്. ഈ ഒരു പ്രോസസ്സിനെയാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഒരുപാട് അപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രോസസ്സാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റിവേഴ്സ് ഓസ്മോസിസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ലിക്കേഷനാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. അതായത് വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. പ്രധാനമായും ഡീസലൈനൈസേഷൻ ഓഫ് വാട്ടറിനാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അതായത് ഉപ്പുവെള്ളത്തിനെ ശുദ്ധീകരിച്ച് പ്യുവർ വാട്ടറാക്കി മാറ്റാം. എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. ഇവിടെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം 2 ചേമ്പേഴ്സ് ഉണ്ട്. ഒരു ചേമ്പറിൽ സോൾട്ട് വാട്ടറും ഒരു ചേമ്പറിൽ ഫ്രഷ് വാട്ടറും എടുത്തിരിക്കുന്നു. സോൾട്ട് വാട്ടർ എടുത്തിരിക്കുന്ന ചേമ്പറിൽ നോട് ബന്ധിപ്പിച്ച് ഒരു പിസ്റ്റൺ കാണാം. ഈ പിസ്റ്റൺ ഉപയോഗിച്ച് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അതാണ് പ്രഷർ ഗ്രേറ്റർ ദാൻ പൈ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടിയ പ്രഷർ സോൾട്ട് വാട്ടർ സൈഡിൽ അപ്ലൈ ചെയ്യുന്നു. എന്താണ് സോൾട്ട് വാട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോൾട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോൾട്ട്, മിനറൽസ് പോലെയുള്ള ഒരുപാട് ഘടകങ്ങൾ വാട്ടറുമായി ചേർന്നതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സോൾട്ട് വാട്ടർ നമുക്കൊരു സൊല്യൂഷൻ എന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ പറഞ്ഞു സൊല്യൂഷൻ സൈഡിൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടിയൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? സൊല്യൂഷനിൽ നിന്നും സോൾവെൻറ്റ് മോളിക്യൂൾസ് പ്യുവർ സോൾവെൻറ്റിലേക്ക് മൂവ് ചെയ്യും. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കാണാം സോൾട്ട് വാട്ടറിൽ ഹൈ പ്രഷർ, ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടിയ പ്രഷർ അപ്ലൈ ചെയ്താൽ സോൾട്ട് വാട്ടറിൽ നിന്നും പ്യുവർ വാട്ടർ മോളിക്യൂൾസ് ഇവിടെ നമുക്ക് കാണാവുന്ന ഫ്രഷ് വാട്ടർ ചേമ്പറിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഡീസലൈനൈസേഷൻ എന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഡീസലൈനേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് പ്യുവർ വാട്ടർ നമുക്ക് കിട്ടും. പ്യുവർ വാട്ടർ നമുക്ക് ഇതിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയും സോൾട്ട് വാട്ടറിനെയും ഫ്രഷ് വാട്ടറിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്. ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴിയാണ് റിവേഴ്സ് ഓസ്മോസിസ് നടക്കുന്നത്, അല്ലെങ്കിൽ ഓസ്മോസിസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, അതായത് ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന വാട്ടറാണ് ബാക്കിയുള്ള പർപ്പസസിനെല്ലാം, ഈവൻ ഡ്രിങ്കിങ് വാട്ടർ ആയി പോലും ഉപയോഗിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചിലരെങ്കിലും കണ്ടു കാണും, നമ്മൾ സാധാരണയായി വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ ഫിൽറ്ററുകളിൽ RO ഫിൽറ്റേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് റിവേഴ്സ് ഓസ്മോസിസ് ടെക്നിക്കാണ് ആ ഒരു ഫിൽറ്ററിൽ ഉപയോഗിക്കുന്നത് എന്നതാണ്.
ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇവിടെ സെമി പെർമിയബിൾ മെമ്പറൈനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സെല്ലുലോസ് അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരു പോളിമറാണ്. സെല്ലുലോസ് അസറ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ മോളിക്യൂൾസ്. പ്യുവർ ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസിന് പെർമിയബിൾ ആണ്, ബട്ട് ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു ദ ഇംപ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ദ സോൾട്ട് വാട്ടർ. ബാക്കിയുള്ള ഇംപ്യൂരിറ്റീസിന് അത് ഇംപെർമിയബിൾ ആയിട്ടും ആക്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ റിവേഴ്സ് ഓസ്മോസിസിനെ പറ്റി ഓർക്കണം.